പ്രോഗ്രാം ടു ഫൈൻഡ് ദി ഏരിയ ഓഫ് എ സർക്കിൾ. ഇപ്പോൾ ഏരിയ ഓഫ് എ സർക്കിൾ എന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇവിടെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആകെ ഒരു ഒറ്റ എക്സ്പ്രഷൻ മാത്രമേ നമുക്ക് എഴുതാനുള്ളൂ. കാൽക്കുലേഷൻ എന്ന് പറഞ്ഞിട്ട് ഒറ്റ എക്സ്പ്രഷനേ ഉള്ളൂ. അപ്പം ഞാനിത് ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു സിംബോളിക് കോൺസ്റ്റന്റ് യൂസ് ചെയ്യാമെന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കറിയാം ഏരിയ ഓഫ് എ സർക്കിൾ എന്ന് പറഞ്ഞാൽ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പൈ ആർ സ്ക്വയർ ആണ്. പൈ ആർ സ്ക്വയർ എന്ന ഫോർമുല വെച്ചിട്ടാണ് കണ്ടുപിടിക്കുക. വേറെ ആർ ഇസ് ദി റേഡിയസ് ഓഫ് ദി സർക്കിൾ. അപ്പോൾ ഇവിടെ നമുക്ക് പൈ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. പൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 3.14 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 3.14 എന്ന് നേരെ എക്സ്പ്രഷനകത്ത് എഴുതാം. ആർ എന്ന് പറഞ്ഞ റേഡിയസ് റീഡ് ചെയ്യുക. റേഡിയസ് റീഡ് ചെയ്തതിന് ശേഷം 3.14 ഇൻറ്റു ആർ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ 3.14നെ എങ്ങനെ, അല്ലെങ്കിൽ ഈ പൈയിനെ എങ്ങനെ ഒരു സിംബോളിക് കോൺസ്റ്റന്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാം, അതെങ്ങനെ എക്സ്പ്രഷനകത്ത് യൂസ് ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം എഴുതുന്നത്. അപ്പോൾ ഈ പൈ എന്ന് പറഞ്ഞ സിംബോളിക് കോൺസ്റ്റന്റിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാൻ നോക്കുക. അതായത് നമ്മളിവിടെ ഹാഷ് ഇൻക്ലൂഡ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ഹാഷ് ഡിഫൈൻ എഴുതാറ്. ഇതിവിടെ തന്നെ എഴുതണം എന്ന് നിർബന്ധം എന്നുള്ള കാര്യമല്ല, പറഞ്ഞിരുന്നു ഏത് ലൈനിൽ വേണമെങ്കിലും എഴുതാമെന്ന് നമ്മൾ ഹാഷ് ഡിഫൈൻ പഠിച്ച സമയത്ത്. പക്ഷെ നോർമലി നമ്മൾ ലിങ്ക് സെക്ഷൻ കഴിഞ്ഞിട്ടാണ് ഈ ഡെഫിനിഷൻ സെക്ഷൻ എഴുതാറ്. അതായത് ഹാഷ് എന്ന് പറയുന്നത് ഫസ്റ്റ് കോളത്തിൽ വരണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഹാഷ് ഡിഫൈൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇനി കൊടുക്കേണ്ട എന്താണ്, നമ്മൾ കോൺസ്റ്റന്റിന് കൊടുക്കുന്ന പേര്, അതായത് സിംബോളിക് കോൺസ്റ്റന്റിന്റെ പേര് എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. ക്യാപിറ്റൽ ലെറ്ററിലാണ് നമ്മൾ എഴുതാറ്. അപ്പോൾ PI എന്ന് ഞാൻ കൊടുത്തു. പൈ എന്ന് പറഞ്ഞ സിംബോളിക് കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്താണെന്ന് വെച്ചാൽ അതാണ് അതിന് ശേഷം എഴുതുക. അപ്പോൾ ഇൻക്ലൂഡ് സ്റ്റേറ്റ്മെന്റിന് ശേഷം ഹാഷ് ഡിഫൈൻ പൈ, ഹാഷ് ഡിഫൈൻ സ്പേസ് പൈ സ്പേസ് 3.14 എന്ന് എഴുതി. സെമിക്കോളനൊന്നുമില്ല. ഇവിടെ ഹാഷിനും ഡിഫൈനും ഇടയ്ക്ക് സ്പേസ് ഇല്ല കേട്ടോ. അത് എഴുതിയത് കാണുമ്പോൾ സ്പേസ് ഉണ്ട് തോന്നും, അവിടെ സ്പേസ് ഇല്ല, ഇല്ലാതെയാണ് എഴുതേണ്ടത്. അപ്പോൾ പൈൻ്റെ വാല്യൂ എന്താണെന്ന് വെച്ചാൽ ഇതിവിടെ എഴുതുക. അതിനുശേഷം ബാക്കി നോർമലി നമ്മൾ പ്രോഗ്രാം എഴുതുന്ന പോലെ തന്നെ നമുക്ക് 2 വേരിയബിൾസ് ആണ് ഡിക്ലെയർ ചെയ്തത്. ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ്, ഏരിയ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വേരിയബിൾ എടുത്തു, ഏരിയ എന്ന് പറഞ്ഞിട്ട്. ആർ എന്ന് പറയുന്നത് ഫ്ലോട്ടാണ്, അപ്പോൾ ഏരിയയും ഫ്ലോട്ടാണ്. ഇനി 6 ഇൻറ്റിജർ ആണെങ്കിലും ഏരിയ ഫ്ലോട്ട് ആയിരിക്കും, കാരണം നമ്മളോട് 3.14 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടും ഫ്ലോട്ട് ആയിട്ട് എടുത്തു. ജസ്റ്റ് ഒരു മെസ്സേജ് കൊടുത്തു, എൻ്റർ ദി റേഡിയസ് ഓഫ് ദി സർക്കിൾ. അത് കഴിഞ്ഞിട്ട് സ്കാനഫ് വെച്ചിട്ട് നമ്മൾ 6 റീഡ് ചെയ്തു. 6 എന്ന് പറഞ്ഞിട്ട് റേഡിയസ് നമുക്കിപ്പോൾ 6 എന്ന് പറഞ്ഞ വേരിയബിൾ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞ വേരിയബിൾ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. പൈ 3.14 എന്നല്ല നമ്മൾ എഴുതുക. ഇനി 3.14 എന്നിട്ട് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് പൈ എന്നാണ് വേരിയബിൾ നെയിം എന്ന്. അപ്പോൾ പൈ ഇൻറ്റു ആർ പൈ ആർ സ്ക്വയർ. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഏരിയ പ്രിന്റ് ചെയ്യാം. ഏരിയ ഓഫ് ദി സർക്കിൾ വിത്ത് റേഡിയസ് ആർ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഇനി ഇത് ഏരിയ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഫ്ലോട്ട് ആയതുകൊണ്ട് ഇപ്പോൾ ഏരിയ നിങ്ങൾക്ക് 25.3 എന്നാ കിട്ടിയെന്നുണ്ടെങ്കിൽ 25.3000 അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് 6 ഡെസിമൽ പ്ലേസസ് വരും. അതിനെ ചുരുക്കിയിട്ട് നിങ്ങൾക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ, അതായത് എനിക്കിപ്പോൾ 3 ഡെസിമൽ പ്ലേസ് മതി എന്നുണ്ടെങ്കിൽ %.3f എന്ന് എഴുതാം. ഇനിയിപ്പോൾ 2 ഡെസിമൽ പ്ലേസ് മതി എന്നുണ്ടെങ്കിൽ %.2f എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഏരിയ ഓഫ് ദി സർക്കിൾ %f എന്ന് എഴുതിയാലും മതി. നമുക്ക് ഡെസിമൽ പ്ലേസ് ഡെസിമൽ പോയിന്റിന് ശേഷം നിങ്ങൾക്ക് അത്രയും വാല്യൂസ് കാണിക്കേണ്ട, 3 പ്ലേസ് മതി എന്നുണ്ടെങ്കിൽ നമുക്ക് %.3f എന്ന് എഴുതാം. ഇനി ഈ %.3fന്റെ സ്പേസിൽ വരേണ്ടത് ഏരിയ. റിട്ടേൺ 0, മെയിൻ ക്ലോസ് ചെയ്തു. ഇങ്ങനെയാണ് നമ്മളൊരു സിംബോളിക് കോൺസ്റ്റന്റ് യൂസ് ചെയ്യുക.